തരണേ എന്നവരെ വിളിച്ചു തേടാമോ? പാടില്ല, അത് ശിർക്കാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ആ സംഭവത്തെ നിഷേധിക്കലല്ല, ആ കറാമത്തിനെ തള്ളലല്ല. ഇത് നിങ്ങളെല്ലാ രംഗത്തും മനസ്സിലാക്കണം. നമുക്കറിയില്ലേ മറിയം ബീവിയുടെ കറാമത്ത് നേരിട്ട് കണ്ടയാളല്ലേ മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം. അതെ, അക്കാലഘട്ടത്തിൽ കിട്ടാത്ത പഴങ്ങള് അതേ അവരുടെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ ചെന്നു നോക്കുമ്പോ ധാരാളക്കണക്കിന് പഴങ്ങൾ മുമ്പിൽ. എവിടെ നിന്ന് കിട്ടി മറിയമേ അന്നാലക്കിഹാദാ? എവിടെ നിന്ന് കിട്ടി? അല്ല തന്നതാണെന്നവര് പറഞ്ഞില്ലേ? അത്ഭുതം കണ്ട വേളയിൽ അതെ ഇപ്പൊ നല്ല ചാൻസാണ്, നല്ല ബീവിയാണ്, കറാമത്ത് തെളിഞ്ഞ ബീവിയാണ്. ഇപ്പോഴാ ചോദിക്കേണ്ടത്, ഓ ബീവി, കൊല്ലങ്ങളോളം ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു മോഹമുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഒരു കുഞ്ഞിനെ തരണേ. അതല്ലല്ലോ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഹുനാലിക ദഅ സക്കരിയ മറിയം എന്നല്ല, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തേടുകയാണ്. കറാമത്തിനെ നിഷേധിക്കുകയല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രവണത ലോകത്ത് മുഴുവത്തുകളെമ്പാടും കഴിഞ്ഞു പോയിട്ടുണ്ട്, കറാമത്തുകളെമ്പാടും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലാർക്കും തർക്കവുമില്ല. പക്ഷേ തർക്കം അവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. അവർ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തും, വിളിച്ചാ വിളിപ്പുറത്തെത്തും. അതേ, എല്ലാ വേദികളിലേക്കും അവരെ വിളിച്ചു വരുത്തുകയാണ്. ഹദീറോ ഹദീറോ അംബിയ കുല്ലും ഹദീറോ, ഹദീറോ ഹദീറോ ഔലിയ കുല്ലും ഹദീറോ, ഹദീറോ ഹദീറോ ഇമ്മജിലിസിലി ഹദീറോ. ഹാജരാകൂ നബിമാരെ, ഓടിയെത്തൂ ഔലിയാക്കളെ, ഇമ്മജിലിസിൽ ഓടിയെത്തൂ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് അമ്പിയാക്കളോടിയെത്തും, ഔലിയാക്കളോടിയെത്തും. അത് എല്ലാ കണ്ണുകൾക്കും കാണാൻ കഴിയില്ല. കറാമത്തിന്റെ കണ്ണുള്ളവർക്ക് അമ്പിയാക്കളെ കാണാം, ഔലിയായിനെ കാണാം, ഷെയ്ഖ് ഹാൻഡ് കൊടുക്കാം, കെട്ടിപ്പിടിച്ച് മുത്തമിടാം എന്ന് പ്രചരിപ്പിക്കുന്ന ഈ വിഭാഗം ആളുകൾ ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അകത്താണോ പുറത്താണോ? മുസ്ലിമേ, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമും ഇവരും തമ്മിൽ എത്ര ദൂരെയാണ്? എന്താ മനുഷ്യൻ ചിന്തിക്കാത്തത്? എന്തുകൊണ്ട് സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല? എന്നാ നിങ്ങൾ നോക്കൂ, ഔലിയാക്കൾക്ക് പടച്ച റബ്ബ് ഔലിയായിനെ സംബന്ധിച്ച് വളരെ കണിശമായി പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ നിബന്ധനകളെയാണ് സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്ന കക്ഷി വേണ്ടാന്ന് പറയുന്നത്. എന്താ പറഞ്ഞ ക്വാളിഫിക്കേഷൻ? ശുദ്ധമായ ഈമാൻ, കറകളഞ്ഞ നല്ല പ്രവർത്തനങ്ങള്, ഒരു നിലക്കും അവരിലൊരു പ്രയാസങ്ങളും ഇല്ലാത്ത നിലക്ക് പടച്ചറബിന്റെ കാവൽ കിട്ടുന്ന ആ മഹാന്മാര് തെറ്റുകൾ വരാതെ നോക്കും. എന്നാ ഇവര് പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരോ എല്ലാ ഔലിയാക്കളെ കുറിച്ചും ഏതാണ്ട് പറയുന്ന ഒരേ ഒരു ഗുണം നിസ്കാരമില്ല തന്നെയാണ്. നിസ്കാരം വേണ്ട. മമ്പർത്തങ്ങളെയും വിട്ടില്ലല്ലോ. മമ്പർത്തങ്ങളെ കുറിച്ച് എന്താ എഴുതിയത്? മമ്പുറത്തങ്ങൾ എവിടുന്നാ സുബഹി നിസ്കരിക്കാറുള്ളത്? എവിടുന്ന മമ്പർത്തങ്ങൾ സുബഹി നിസ്കരിക്കാറുള്ളത്? ജീവിതകാലത്ത് കേട്ടോളൂ, നിശാ പ്രാർത്ഥന മമ്പുറത്തെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ വെച്ചും പ്രഭാത നേരത്ത് മസ്ജിദുൽ ഹറമിൽ വെച്ചും പതിവായി അനുഷ്ഠിച്ചിരുന്ന മമ്പുറന്തങ്ങൾ. മമ്പർത്തങ്ങള് ഇശ എവിടുന്ന് നിസ്കരിക്കും? മമ്പുറത്തുനിന്ന്. സുബഹിക്കോ അടുത്തി ഹറമിലെത്തി. ഇശ മമ്പറത്തുനിന്ന് സുബഹിക്ക് അങ്ങോട്ടെത്തും. വെറുതെ പറയണല്ല, തെളിച്ചത്തിൽ വന്ന ഇരുട്ടാ പറയണത്. തെളിച്ചം മാസികയിൽ വന്ന ഇരുട്ടാ വായിക്കുന്നത്. തീർന്നില്ല. മുപ്പൊരു ജുമഅക്കും പോകാറില്ല. നമ്മളാരെങ്കിലും അത് പറഞ്ഞോ? നമ്മളാരോ അത് പറഞ്ഞോ? അമ്പർത്തങ്ങൾ ജുമഅക്കൂടിയും പോകില്ലാന്ന് അങ്ങനെ പറഞ്ഞോ? എന്നാ കേട്ടോ, ഇവര് എഴുതി വിടാണ്. ആരാ മമ്പർത്തങ്ങളെ ചീത്ത പറയുന്നത്? ഞങ്ങൾ മമ്പർത്തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാനോ മമ്പറത്തങ്ങളുടെ ജാറം മുത്താനോ ഒന്നും പോകലില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ ഇത് ഞങ്ങൾ പറയാറില്ല.
ഇത് ഞങ്ങൾ പറയാറില്ല. എന്ത് മമ്പറത്തെ തങ്ങൾ നിസ്കരിക്കൂല, അപ്പൊ അതിന് ന്യായീകരണം ഉണ്ടാക്കി. ഒരു സുബൈക്ക് വരൂല, അപ്പൊ സുബൈക്ക കാണാത്തത്. ഈ എല്ലാ ആളുകൾക്കും സുബൈയാണല്ലോ വിഷമം, സുബൈയാണല്ലോ വിഷമം. അപ്പൊ സുബൈക്ക് കാണാഞ്ഞപ്പോ അതിനൊരു മസല ഉണ്ടാക്കി. മൂപ്പര് ഇവിടുന്ന് ഇശ നിസ്കരിച്ചു ഒറ്റ പൊങ്ങല, പിന്നെ പൊങ്ങല് ഹറമില്ല. സുബൈക്ക് അവിടെ എത്തും, പിന്നെ അങ്ങോട്ടന്നെ വരും. ഇനിയോ ഈ ജുമാന്റെ കാര്യം, ഒരു മനുഷ്യൻ പ്രധാനമായിട്ട് നിസ്കരിക്കേണ്ടത് സുബൈയല്ലേ പ്രധാനപ്പെട്ടത്. കാരണം എന്താ, എല്ലാ വക്കത്തും പ്രധാനാണ്. പക്ഷേ വളരെ പ്രയാസം, വിശ്വാസത്തിൽ കുറച്ച് കമ്മിയൊക്കെ ഉള്ള ആളുകൾ, എല്ലാ ആളുകൾക്കും പ്രയാസമുള്ളൊരു നേരല്ലേ. അപ്പൊ അതിനൊരു ന്യായീകരണം. ഇനി അടുത്ത ന്യായീകരണം കേട്ടോളൂ. തിരൂരങ്ങാടി പള്ളിയിലെ മുഅദ്ദിന് തങ്ങള് വെള്ളിയാഴ്ച ജുമഅക്ക് കൂടാതെ എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന സംശയം തോന്നി. ഞങ്ങൾ പറയല്ല, എല്ലാരും കേട്ടോളി. ഇന്ന് മമ്പത്ത് പോയോരും കേട്ടോളി, പോയിട്ടില്ലാത്തവരും കേട്ടോളി, അവിടുന്ന് ചോറ് വാങ്ങിയവരും കേട്ടോളി, എല്ലാവരും കേട്ടോളി. എന്താ പറയുന്നത്? തിരൂരങ്ങാടി പള്ളിയിൽ മുഅദ്ദിനാണ് സംശയം. എന്താ സംശയം? തങ്ങൾ വെള്ളിയാഴ്ച ജുമഅക്ക് കൂടാതെ എവിടുക്കോ മുങ്ങുന്നുണ്ടല്ലോ എന്നൊരു സംശയം പള്ളിയിലെ മുഅദ്ദിൻ സാഹിബിന്. ഏത് പള്ളിയിലെ? തിരൂരങ്ങാടി സലഫി മസ്ജിദിലെ മുഅദ്ദിനല്ല, തിരൂരങ്ങാടി സാക്ഷാൽ അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിനൊരു സംശയം. അതുവരെ പള്ളിയിൽ ഉണ്ടാകുന്ന തങ്ങൾ ജുമയുടെ സമയത്ത് എങ്ങോട്ടോ പോകും. ഇതാ ഇയാളെ എന്നും അനുഭവം. അതുവരെ മൂപ്പര് ഇങ്ങനെ ചുറ്റിപ്പറ്റി പള്ളിയിലൊക്കെ ഉണ്ടാവും, ജുമയുടെ നേരെ മൂപ്പര് കാണില്ല. കേട്ടോളൂ. മുഅദ്ദിന് ഇങ്ങനെ സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയ തങ്ങൾ കണ്ടോ, അപ്പോൾക്ക് കൈ പറഞ്ഞു. അപ്പോൾക്ക് മനസ്സിലെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി. അപ്പോഴൊക്കെ മനസ്സ് വായിച്ചു, എന്നെ പറ്റി മുഅദ്ദിന് ഇങ്ങനെ സംശയം ഉണ്ടല്ലേ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യൂ? വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ മുഅദ്ദിനോട് പറഞ്ഞു, നമുക്ക് അക്കരയൊന്ന് പോയി വരാം. ജുമാൻ സമയപ്പോ മുഅദ്ദിനോട് അമ്പത്തങ്ങൾ പറഞ്ഞു, നമുക്ക് അക്കരയൊന്ന് പോണം. രണ്ടുപേരും പോകാനൊരുങ്ങി. പുഴക്കരയിലെത്തിയപ്പോൾ അക്കരെ കടക്കാൻ ഒറ്റ തോണിയുമില്ല. വിഷമിച്ചു നിൽക്കുന്ന മുഅദ്ദിനോട് തങ്ങൾ പറഞ്ഞു, വിഷമിക്കേണ്ട, എന്റെ കൈ പിടിച്ചോ, നമുക്കൊരുമിച്ച് മുങ്ങാം, അക്കരെ എത്തിക്കൊള്ളും. അമ്പർത്തങ്ങളെ കയ്യും പിടിച്ച മുഅദ്ദിനും അമ്പർത്തങ്ങളും കൂടി ഒരൊറ്റ മുങ്ങല്. അവർ മുങ്ങി. അല്പസമയത്തിന് ശേഷം മുങ്ങിയ പിന്നെ പൊങ്ങി. അതല്ലേ വേണ്ടത്, അല്ലേ? അവര് മുങ്ങി, അല്പസമയത്തിന് ശേഷം പൊങ്ങി. പക്ഷേ പൊങ്ങിയത് മമ്പുറം കടവിലായിരുന്നില്ല, പൊങ്ങിയത് മമ്പുറത്തായിരുന്നില്ല, ഏതോ അപരിചിതമായ സ്ഥലത്ത്. മുഅദ്ദിനാകെ അത്ഭുതപ്പെട്ടു. തങ്ങൾ അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുപോയി. അവിടെ അപരിചിതർ മാത്രം, ആരെയും പരിചയമില്ല, അപരിചിതർ മാത്രം. നിസ്കാരാനന്തരം ഇതുപോലെ തിരിച്ചു പോരുകയും ചെയ്തു. നിസ്കരിച്ച പള്ളി ഹറമിലെ പള്ളിയാണെന്ന് മുഅദ്ദിൻ തിരിച്ചറിഞ്ഞത് പിന്നെയാണ്. കഅബ കണ്ടാലെങ്കിലും തിരിച്ചറിയില്ല ചങ്ങായി. പിന്നെ തിരിച്ചറിയല് എന്തായി മനസ്സിലാക്കുന്നത്? പോയ മുഅദ്ദിനും കണക്ക്, കൊണ്ടുപോയ ആളും കണക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത് വെറുതെ പറയുന്നല്ല, ഈ നാട്ടുകാർ മനസ്സിലാക്കണം, അല്ലെ? അവിടെ ആണ്ട് നടക്കല്ലേ. സുബഹി നിസ്കരിക്കൂല, ജുമഅക്കും വരൂല. ഇങ്ങനെയുണ്ട് അതങ്ങന്മാര്. ഇനി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഇതൊക്കെ? അവിടുന്ന് നിസ്കരിക്കാൻ പ്രയാസം വരുന്ന സമയത്തൊക്കെ, അവിടുന്ന് രോഗിയായി കിടക്കുമ്പോ വരെ തൊട്ടപ്പുറത്തെ മദീനയിലെ പള്ളിയിലെ മെഹ്റാബിലേക്ക് വളരെ പ്രയാസം സഹിച്ച് രണ്ട് സ്വഹാബിമാരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് നിസ്കാരത്തിന് നടന്നെടുക്കുന്ന നേതാവായ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനവിടെ? സുബഹിക്ക് ഹറമിലെത്തുന്ന മമ്പുറത്തെ തങ്ങളെവിടെ? അതേ, ജുമയുടെ നേരത്ത് മമ്പുറത്ത് നിന്ന് മുങ്ങിയിട്ട് ഹറമിൽ പൊങ്ങുന്ന തങ്ങളെവിടെ? സുന്നത്ത് ജമാഅത്ത് ആരുടെ കയ്യിലാണ് പറയണം? ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂലിന് ഹിജ്റ പോകാൻ, നബിതങ്ങൾക്ക് ഹിജ്റ പോകാൻ 3 ദിവസം ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. സാധാരണ തെരച്ചിൽ സംഘം വരാൻ സാധ്യതയുള്ള മദീനയിലേക്കുള്ള ശരിയായ റൂട്ടിലൂടെ പോകാതെ വളഞ്ഞ വഴി അറിയാവുന്ന മറ്റൊരു വ്യക്തിയുടെ സഹായം സ്വീകരിച്ച്, അയാളെ ഗൈഡായി സ്വീകരിച്ചുകൊണ്ട് നേതാവും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന ലോകം കണ്ട ഏറ്റവും വലിയ വലിയും പ്രയാസപ്പെട്ടുകൊണ്ട് ഹിജ്റ പോകുന്നു. മമ്പുറത്തെ തങ്ങൾക്ക്